നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മെയ് ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഘടനകൾ കൊട്ടാരക്കരയിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഇന്ദുശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കുകയും CITU ഏരിയ സെക്രട്ടറി മുകേഷ് അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുകയും ചെയ്തു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുമെന്ന മുദ്രാവാക്യമേറ്റി ഷിക്കാഗോയുടെ തെരുവീതികളിൽ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി പോരടിച്ച് ലോക തൊഴിലാളികൾക്കാണ് ആശീർവാദോഷം നൽകി വിജയദിനമായ വെളിക്കുന്ന ഓർമ്മദിനമായ മെയ് ദിനം കൊട്ടാരക്കരയിൽ സമഗ്രമായി CITUടെയും AITUCയുടെയും സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മെയ് ദിന റാലിയാണ് വെളിത്താരയിലൂടെ കടന്നു വരുന്നത്. രാജ്യത്താകെ വിനാശകരമായി ഉയർന്നുവരുന്ന വർഗീയതയെ തച്ചുടയ്ക്കുവാൻ, സാമ്രാജ്യത്തെ വ്യവസ്ഥയെ തല്ലിക്കടിക്കുവാൻ, പലയിടത്തും പുലരുവാൻ, സാമ്രാജ്യത്തെ വ്യവസ്ഥയെ തല്ലിക്കടിക്കുവാൻ ജില്ലാ നേതാവ് സഖാവ് മടന്തോട് മുരളി, AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് തെങ്ങറ സുരേന്ദ്രൻ, CITUവിന്റെ നേതാവ് E രവീന്ദ്രൻ നായർ, മുനിസിപ്പൽ ചെയർമാൻ SR രമേശ്, CPIയുടെയും AITUCയുടെയും നേതാവ് സഖാവ് K ഷാജി, CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ജോൺസൺ, സഖാവ് മൈലം മധു. മഹത്തായ മെയ് ദിനം നമ്മൾ വീണ്ടും ആചരിക്കുകയാണ്. ലോക തൊഴിലാളി വർഗത്തിൻ്റെ ദിനമായ മെയ് ദിനം ലോകമെമ്പാടും ആചരിക്കുന്നതോടൊപ്പം നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും സമുചിതമായി ആചരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മെയ് ദിനം ആചരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗം വലിയ ഒരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടം 1991 മുതൽ അഖിലേന്ത്യാ സംയുക്തമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ വലിയ പോരാട്ടം തുടങ്ങുകയാണ്. കോടിക്കണക്കിന് തൊഴിലാളികളാണ് ഈ പോരാട്ടത്തിൽ പങ്കാളിയായിരിക്കുന്നത്. ആ പോരാട്ടം ഈ രാജ്യത്തെ ഭരണാധികാരി വർഗത്തിനായ കേന്ദ്ര ഭരണാധികാരി വർഗത്തിനായ പോരാട്ടമാണ്. ആ പോരാട്ടം കൊണ്ടാണ് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ കവർന്നു തിന്നാൻ ശ്രമിച്ചിട്ടും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. ഈ പോരാട്ടം കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൊഴിലാളി എന്നുള്ള ഒരു പദം പോലും ഉപയോഗിക്കുന്ന ആളല്ല.
ഒരു ലേബർ കോൺഫറൻസിന് പോലും തൊഴിലാളി സംഘടനയെ വിളിക്കുന്ന ആളല്ല. അദ്ദേഹം ട്രേഡ് യൂണിയനെ അംഗീകരിക്കുന്ന ആളല്ല. അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ എല്ലാ തൊഴിൽ നിയമങ്ങളും കാറ്റിപ്പറത്തി അതിനെ ആകെ 4 കോടികളാക്കി തൊഴിലാളി വർഗം എണ്ണമറ്റ പോരാട്ടങ്ങളിൽ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്ത നടപടികളുണ്ട്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തൊഴിലില്ലാതിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഫാക്ടറികൾ പൂട്ടപ്പെട്ടിരിക്കുന്നു. നോട്ട് നിരോധനം എന്ന് പറഞ്ഞ പ്രാന്ത നടപടി മൂലം പൂട്ടപ്പെട്ട വ്യവസായശാലകളൊന്നും തന്നെ തുറക്കാൻ കഴിഞ്ഞില്ല. തികച്ചും തൊഴിലാളി വിരുദ്ധമായ നടപടികൾ അനുദിനം സ്വീകരിക്കുന്നതാണ്. ഏറ്റവും അവസാനം നമ്മുടെ രാജ്യത്ത് തൊഴിലാളിക്ക് പണിമുടക്കുവാനും സമരം ചെയ്യുവാനുള്ള അവകാശങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വാർത്തയുണ്ട്. നമ്മുടെ രാജ്യത്തെ കേരളം 1942 തന്നെ ബോണസ് നേടിയെടുത്ത സംസ്ഥാനമാണ്. നമ്മുടെ കൊല്ലത്തെ തൊഴിലാളികൾ നേടിയെടുത്തു. വലിയ പോരാട്ടം നടത്തി. സഖാവ് ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ നടത്തിയ പോരാട്ടത്തിന് ഫലമായി അന്ന് പണമായിട്ടല്ലെങ്കിൽ പോലും അരി ബോണസായിട്ട് വാങ്ങിച്ച ചരിത്രമുള്ളവരാണ്. അത്ര പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ഈ കേരളത്തിലെ തൊഴിലാളി വർഗം മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളിത്വം വലിയ പോരാട്ടം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തി. അതിന്റെ ഫലമായിട്ടാണ് വലിയ കടന്നാക്രമണത്തെ കുറെ ചേർത്ത് നിൽക്കാൻ കഴിഞ്ഞത്. രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ നമ്മൾ കേട്ടില്ലേ, മോദി പരസ്യമായി മതവൈരം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മതത്തിന്റെ പേര് പറഞ്ഞ് വൈരമുയർത്തുകയാണ്. കാരണം ജയിക്കുമെന്ന പേടി. അങ്ങനെ ഒരു വലിയ പോരാട്ടം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന് ശക്തി പാരാൻ ഈ മെയ് ദിനവും ഉതകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ദീർഘമായ പ്രസംഗം ഇനി ആവശ്യമില്ല. രാജ്യം തൊഴിലാളി വിരുദ്ധ നയസമീപനങ്ങളുടെ രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളുടെ അവരുടെ നിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്നത്. നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും അവർക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെഴുത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മെയ് ദിനം വന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യൻ തൊഴിലാളി വർഗം അവരുടെ കൊടിയുടെ നിറവും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ച് ഒരേ മുന്നണിയിൽ അണിനിരന്നുകൊണ്ട് അവരുടെ രക്തവും വിയർപ്പും അധ്വാനവും അവരുടെ കഷ്ടപ്പാടുകളും എല്ലാം ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരികയും ഈ ഭരണാധികാര വർഗത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നയസമീപനങ്ങൾ തിരുത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമായിരിക്കണം ഈ മെയ് ദിനത്തിൽ നമുക്ക് ആരംഭിക്കാൻ എന്നുകൂടി പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശം അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്കാണ് നാം ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. മിനിമം അവകാശങ്ങൾ അന്ന് നേടിയെടുത്തുവെങ്കിൽ ആ അവകാശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും രാജ്യത്ത് പൊതുവെയും കവർന്നെടുക്കുന്ന അസാധാരണമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ആ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് ഇനിയും നാം ഇറങ്ങേണ്ടിയിരിക്കുകയാണ്. തൊഴിലാളി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ ഇന്ത്യയിലെ ഭരണാധികാരി തയ്യാറാകുന്നില്ല. ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങൾ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ ഇനിയും നാം ഏറെ മുന്നേറേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു ദിവസമായി നമുക്ക് ഈ ദിനത്തെ കാണാം. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും എല്ലാവർക്കും മെയ് ദിനാശംസകൾ CPI കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നേരുന്നു. അഭിവാദ്യം.